നമ്മുടെ നെയ്ബർ ആന്റിയും അങ്കിളും നാട്ടിൽ പോയി വന്നപ്പോഴത്തേനും കുറച്ച് മുന്തിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുന്തിരിയാണ്. അപ്പൊ നല്ല മധുരം ഉണ്ട് കേട്ടോ. കുരുവുള്ള മുന്തിരിയാണ്. അപ്പൊ തൊലിയും കുരു എനിക്കും അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് കുഞ്ഞുമണിക്കാണ് കേട്ടോ. അപ്പൊ ഞാനത് കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു. കബാബ് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇനി വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകും. അപ്പൊ ഞാൻ അതെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞിട്ട് അത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള പണിയാണ്, കാരണം നമുക്കൊന്നും അതിൽ ആഡ് ചെയ്യണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാന്ന്. ചായ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ. എനിക്കാണ് കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ടെൻഷനാണ്. എന്നാൽ എനിക്ക് സൂർജയാണ് അങ്ങനെ ഒരു 4-5 ആൾക്ക് വരെ ഉണ്ടാക്കാൻ കുഴപ്പമില്ല. പക്ഷെ അതിലും കൂടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അത് മാറി മാറിയായിട്ട് ഉണ്ടാക്കുക. ചില ദിവസം കാപ്പി ഉണ്ടാക്കും, ചില ദിവസം ചായ ഉണ്ടാക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തേക്കുള്ള പരിപാടി നോക്കാം നമുക്ക്. അതിന് ഞാനൊരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചറുകറി ഓൾറെഡി ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഒരു ഉപ്പേരിക്കായിട്ട് 2 ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തപ്പോഴത്തേനും ഉപ്പേരിക്ക് ഉള്ളതില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആ ടെൻഷനിൽ ഞാൻ എൻ്റെ ചായ ഫുള്ള് കുടിച്ചു തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചപ്പം കുറച്ച് ഉരുളക്കിഴങ്ങും സബോളയൊക്കെ അരിഞ്ഞെടുത്ത് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. അങ്ങനെ ഞാനൊരു പാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് സബോള വഴറ്റി കുറച്ച് വെളുത്തുള്ളി കരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അളവിലുള്ള മസാലകളാണ്. ഇതെനിക്ക് എത്ര ഉണ്ടെന്നൊന്നും പറയാൻ അറിയില്ല കേട്ടോ. അപ്പൊ എന്ത് കറി വെക്കാനും ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല ഞാൻ ഇടുക. എനിക്ക് കൂടരുത്, അത്രേ ഉള്ളൂ. കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അല്ല ആഡ് ചെയ്യാം. പക്ഷെ കൂടി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ചേ ഇടുള്ളൂ. അങ്ങനെ ഞാൻ ഇട്ട് പിന്നെ ഞാൻ കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ ഇവിടെ ആന്റി തന്നതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാ പച്ചക്കറികളും കൊണ്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു.